broken circadian rhythm is an indication of a disintegrated clan. ദിനരാത്ര താളങ്ങളിൽ നിന്നും നൈമിഷിക താളങ്ങളിലേക്കുള്ള സമാജത്തിന്റെ പരിണാമം കുലത്തിന്റെ വികാസത്തിലൂടെയുള്ള വിഘടനത്തിന്റെ സൂചനയാണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമുക്കകത്ത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഘടികാരമുണ്ടെന്ന് മിക്കവർക്കും അറിയാം. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഉണരുന്നത്, രാത്രി നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഓരോ സമയമാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്, കാപ്പി കുടിക്കാൻ തോന്നുന്നത്, ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് ഒക്കെ. ഇതൊക്കെ സ്വാഭാവികമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നു എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഉപരിയായ വ്യവസ്ഥയുടെ ഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ഘടികാരം? ഘടികാരം എന്നത് കൃത്യമായ ആവർത്തിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു കാലത്തെ, പരിണാമത്തിന്റെ ഒരു ഒഴുക്കിന് അളക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാനകം അല്ലെങ്കിൽ അളവുകോൽ ആണ്. അല്ലെങ്കിൽ അത് ആ അളവുകോലിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ഘടികാരം. അപ്പോ ഈ ഘടികാരം എന്നുള്ളത് നമ്മളൊരു ക്ലോക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതേസമയം ആ ക്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് രാവിലെ ആകുമ്പോൾ കിളികൾ കരയാൻ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ കിഴക്ക് വെള്ളം കീറാൻ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കും. അതിങ്ങനെ നീണ്ടു പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ അസ്തമിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇരുണ്ടങ്ങ് വരും. അത് കഴിഞ്ഞ് ഇതിനിടയിൽ കിളികളൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ നമുക്ക് ആ ദിനരാത്രങ്ങളുടെ ഒരു താളവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയത്. എന്താണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള തോന്നലുകളും ഉണ്ടാവുകയും ചെയ്യും. ഉറക്കം കഴിയുക, ഉറക്കം വരിക തുടങ്ങിയ കാര്യങ്ങൾ വരികയും ചെയ്യും. ഇതിനിടയിൽ നമ്മൾ ജീവിക്കുന്ന സമയം, നമ്മൾ അതാത് സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ് പതിവ്. എന്നാലും നമുക്ക് രാവിലെ നമ്മുടെ കുടുംബത്തില് ഒരു രീതി ഉണ്ടാവും. രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ 9 മണിക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഘടികാര രീതി ഉണ്ടാവും. ആ രീതിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നു. ആ രീതിക്കനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വന്നു. കിളികളെല്ലാം വെളുപ്പിന് എഴുന്നേക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എഴുന്നേക്കാനുള്ള സമയമാണ്. നമ്മളും എഴുന്നേക്കുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. ഈ രീതിയിൽ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രകൃതിയിലുള്ളത്. മിക്കവാറും മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഒരു ഘടികാരത്തിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു താളമുണ്ടല്ലോ, പ്രകൃതിയുടെ ഒരു ചലനമുണ്ടല്ലോ. ഈ ചലനത്തിനനുസരിച്ച് ചേർന്ന് നിൽക്കാനാണ് നമ്മൾ അതിന്റെ ഘടികാരത്തെ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന സമയത്ത് സൂര്യോദയം, സൂര്യാസ്തമയം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കും. അതെന്തിനാ അങ്ങനെ കാഴ്ചവെക്കുന്നത്? ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഘടികാരം ചേർന്ന് പോകേണ്ടതിന്റെ ആവശ്യം. ഈ വാഹനങ്ങളില് യന്ത്രവും ചക്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ക്ലച്ച്. അപ്പോ ക്ലച്ച് വീല് ഈ യന്ത്രത്തിന്റെ കറക്കത്തിനനുസരിച്ച് ക്ലച്ച് വീല് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഇവിടെയുള്ള യാന്ത്രിക ബലം ഇങ്ങോട്ടേക്ക് പ്രേഷണം ചെയ്യപ്പെടുക, ഇപ്പുറത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുക. എത്രത്തോളം ഇത് സ്പർശിക്കുന്നുവോ
ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഈ വീല് ഇങ്ങോട്ട് യന്ത്രത്തിന്റെ ചക്രത്തിനോട് ചേർന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഈ ബലം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എത്രത്തോളം വിട്ടു നിൽക്കുന്നുവോ അത്രത്തോളം ആ ബലം കുറയുകയും ഇതിന്റെ ആ ചാക്രിക ചലനം ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നിൽക്കുകയും ചെയ്യും. ഇതുപോലെ പ്രകൃതി എന്ന ആ ഒരു സംവിധാനത്തിന്റെ ചലനമുണ്ടല്ലോ, ആ ചലനത്തിനനുസരിച്ചായിരിക്കണം അതിന്റെ ശരീരഭാഗമോ അതിന്റെ കോശമോ ചലിക്കാൻ. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കാതെ ഏതെങ്കിലും കാരണവശാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് ഇവിടെ അതിന്റെ ഒരു കോശത്തിന്റെ ചലനം സംഭവിച്ചില്ല എന്ന് വരും. പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോശം പ്രകൃതിക്കനുസരിച്ച് ചലിച്ചില്ലെങ്കിൽ പിന്നെന്താണ് ഉണ്ടാവുക? അത് പ്രകൃതിയുടെ ഭാഗമല്ല എന്ന് പ്രകൃതി കരുതേണ്ടി വരും. അങ്ങനെ കരുതേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഇതിനെ നിലനിർത്തുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ അങ്ങ് മറക്കും. കാരണം ആവശ്യമില്ലല്ലോ, പ്രകൃതിയായിട്ട് ചേർന്ന് നിന്നിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഇത് സ്വതന്ത്രമായി ചെയ്യുന്നതല്ലേ, അത് വേണ്ട എന്ന് വിചാരിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ ജീവിതത്തില്, നിത്യജീവിതത്തിൽ ആധുനിക കാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രവണത ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നേരത്തെ രാവിലെ എഴുന്നേൽക്കുക, നേരത്തെ ഉണരുക, സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് ഉണരുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മിക്കവാറും സമാജത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പോരുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നു, കൃഷിയിടത്തിലേക്ക് പോകുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഈ വിധത്തിൽ എങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഭക്ഷണത്തിനൊരു ക്രമമുണ്ടായിരുന്നു, പിന്നെ ശ്വാസത്തിന് ക്രമമുണ്ട്, ഭക്ഷണത്തിന് ക്രമമുണ്ട്, വിസർജനത്തിന് ക്രമമുണ്ട്. ഇതെല്ലാം ആ ഒരു ക്രമത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ആധുനിക കാലമായപ്പോ നമ്മുടെ രാത്രിയുടെ അളവ് കൂടി. കാരണം നമ്മൾ പ്രകാശം കൃത്രിമമായിട്ടുണ്ടാക്കി. അപ്പോൾ നമുക്ക് പകല് പോലെ രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു. നമ്മൾ അതിനനുസരിച്ച് മാറി. നമ്മുടെ രാത്രികൾ നീണ്ടപ്പോ പകലുകൾ നീണ്ടു. പകലുകൾ നീണ്ടപ്പോൾ നമ്മുടെ ഉറക്കം കുറഞ്ഞു. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞപ്പോ രാവിലെ ഉണരുന്നത് വൈകാനും തുടങ്ങി. ഉറക്കം രാവിലേക്കാക്കി. അപ്പോൾ രാവിലെ ആ ഉള്ള സമയം ശരീരത്തിന് ആവശ്യമാണ് ഉറക്കം. അതുകൊണ്ട് അത് പതുക്കെ ഉണർന്നു വരുന്ന രീതി തെറ്റാകാൻ തുടങ്ങി. അതുപോലെ തന്നെ നമുക്ക് ഈ ആവർത്തിച്ച് ചെയ്യുന്ന പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ പ്രവണതയുണ്ടല്ലോ, ഈ പ്രവണതയിൽ നിന്നും മാറി, ആ പ്രവണതയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ മൊബൈലിലേക്ക് നോക്കുന്നു. മൊബൈൽ നോക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. ഇതിന് സമയവുമായിട്ട്, പ്രകൃതിയുടെ ചലനവുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഞാൻ നിർവഹിക്കുന്നു. ഈ നമ്മുടെ നാട്ടിൻപുറത്ത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന യൗക്തികർ പറയുന്ന ഒരു വാദമുണ്ട്, കിട്ടുമ്പോ തിന്നുക, മുട്ടുമ്പോ തൂറുക എന്നുള്ളത്. ഈ കിട്ടുമ്പോ തിന്നുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്കൊരു ന്യായമുണ്ട് അതിനകത്ത്. എപ്പോഴാണോ നമുക്ക് തോന്നുന്ന സമയത്ത് തിന്നുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിയാണ്, നമുക്ക് എപ്പോഴാണോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് കഴിക്കുക എന്നുള്ളത്. ആ സമയത്ത് കഴിക്കുമ്പോൾ ആരുടെ ചോദനയാണ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ അതിനെ അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ചോദനയുണ്ടല്ലോ, പ്രകൃതിയുടെ ഒരു കോൾ ഉണ്ടല്ലോ, ആ കോളിനെ നമ്മൾ അറിയുന്നില്ല. പ്രകൃതിയുടെ ഘടികാരവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. നമ്മുടെ തോന്നലിനെയാണ് നമ്മൾ പോഷിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പ്രകൃതിയുടെ ചക്രത്തെ വിട്ടുകൊണ്ട് അതിനനുസരിച്ച് ചേർന്ന് നിൽക്കാതെ കാര്യങ്ങൾ ചെന്നു പോകും തോറും നമ്മൾ നമ്മുടെ ഒരു സ്വതന്ത്ര ചലനത്തിലേക്ക് വന്നു ചേരുകയാണ്. അങ്ങനെ സ്വതന്ത്ര ചലനം ഉണ്ടാകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ക്ലച്ച് വീലിന്റെ കാര്യം പറഞ്ഞ പോലെ മുകളിൽ നിന്നുള്ള ആ ഊർജത്തിന്റെ ഈ സംപ്രേഷണം, ഇതിലേക്ക് പ്രേഷണം ചെയ്യുന്ന ഒരവസ്ഥ, അത് ഇല്ലാതെയാകും. കാരണം ഇത് സ്വതന്ത്രമായിട്ട് ഇവിടെ കിടന്ന് തിരിയുന്നതാണ്. നമ്മൾ ഈ പണ്ട് സൈക്കിൾ ചവിട്ടാൻ പോകുന്ന സമയത്ത് സൈക്കിളിന്റെ ഫ്രീ വീലിന്റെ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെഡലിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ സൈക്കിള് നീങ്ങൂല. സൈക്കിളായിട്ട് അവിടെ നിൽക്കും. സൈക്കിൾ നീങ്ങാതെ നമ്മുടെ ഈ ബലം മുഴുവൻ വെറും പെഡലിൽ കറക്കുന്നതിലായി പോകും. ഇതുപോലെ പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് തിരിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ പുതിയ ശീലങ്ങൾ കൊണ്ട്, നമ്മുടെ യന്ത്രങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ അതിൽ നിന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നും മാറി, അതായത് പ്രകൃതിയുടെ ചലനത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ചലനത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള സവിശേഷ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസിതമായ പരിണമിച്ച നമ്മുടെ അവയവങ്ങളൊക്കെ തന്നെയാണ്. ആ അവയവങ്ങളുടെ വികസിത രൂപമാണ് പുതിയ ഉപകരണങ്ങൾ എന്നുള്ളത്. മീനിന് അല്ലെങ്കിൽ ഒരു ജലജീവിക്ക് അല്ലെങ്കിൽ അമീബയ്ക്ക് അവയവങ്ങളില്ല. അവയ്ക്ക് അവയുടെ ബേസിക് ധർമ്മങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി. അവയെ കൂടുതൽ യൗക്തികമാക്കുന്നതാണ് അവയവങ്ങൾ. ഈ അവയവങ്ങളുടെ വികാസത്തിന്റെ തുടർച്ചയാണ് ഉപകരണങ്ങൾ.
അപ്പോൾ ആ ഉപകരണങ്ങൾ ഉണ്ടാകും തോറും നമ്മൾ ഉപകരണങ്ങളുടെ യൂസേജിലേക്ക് അഡിക്റ്റ് ആയ, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ജീവിത സമ്പ്രദായത്തിലേക്ക്, ഇൻഡസ്ട്രിയൽ ലിവിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയി, ജോബ് കൾച്ചറിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയി. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിയപ്പോ നമുക്ക് നഷ്ടമാകുന്നത് ദിനരാത്ര താളങ്ങളിൽ ചേർന്നു പോകാനുള്ള ജൈവതയുടെ സ്വഭാവത്തെയാണ്. ആ സ്വഭാവത്തെ മാറ്റി നമ്മൾ ഇവിടെ സ്വതന്ത്ര ജൈവസത്തയായിട്ട് നിൽക്കുന്തോറും ഈ നമ്മൾ പറയുന്ന കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു ക്രമമുണ്ടല്ലോ, ആ ക്രമത്തിന്റെ പിടുത്തത്തിൽ നിന്നും വിട്ടുപോകുന്നു. ക്ലച്ച് വീലിൽ നിന്നും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂബ്രിക്കന്റ് അകത്ത് കയറിയിട്ട് ക്ലച്ച് വീലിൽ പിടുത്തമില്ലാതായ ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിച്ചു പോകുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ജീവിച്ചു പോകും തോറും പ്രകൃതിയുടെ ആവശ്യമല്ല നമ്മൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നു ചേരും. അപ്പോ ഒരു സ്വതന്ത്ര വ്യവസ്ഥ എന്ന രീതിയിൽ ഒരു ജീവിക്ക് നിൽക്കാൻ എത്ര കാലം കഴിയും? ഈ ജീവി ഒരു സ്വതന്ത്ര വ്യവസ്ഥയാകുമ്പോൾ ഇതിന് ഇതുപോലുള്ള മറ്റു ജീവികളുമായിട്ടും ഒരു കൂട്ടിപ്പിടുത്തം, ഒരു നെറ്റ്വർക്കിംഗ് അവിടെ ഉണ്ടാകേണ്ടതല്ലേ? ആ നെറ്റ്വർക്കിംഗ് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വഴിയല്ലേ നിലനിർത്തുന്നത്? ഞാനും എന്റെ സമാജത്തിലുള്ള മറ്റാളുകളുമായിട്ടുള്ള ബന്ധം ഞാൻ എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഞങ്ങൾ തമ്മിൽ കൈകോർത്തത് കൊണ്ടാണോ? അല്ല, ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം വഴിയാണ് ഞാൻ അതുമായി ബന്ധപ്പെടുന്നത്. ഏതുപോലെ എന്റെ ഈ വിരൽ ഇതുമായിട്ട് ചേർന്ന് സഹകരിക്കുന്നത്, എന്റെ ഈ വിരൽ ഇതുവഴി ഇവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടേക്ക് കണക്ട് ചെയ്ത മറ്റൊരു വിരലുമായിട്ട് ഞാൻ അങ്ങനെയാണ് സംയോജനത്തിലാകുന്നത്. അപ്പോഴാണ് ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സജ്ജമാകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു കൂട്ടിപ്പിടുത്തം, ഞാൻ എന്റെ ഉപരിവ്യവസ്ഥ വഴിയാണ് മറ്റൊന്നുമായിട്ട് ഒരു കണക്ഷനിലാവുന്നത്. അല്ലാതെ ഞാൻ എന്റെ അടുത്തിരിക്കുന്ന ഒരാളോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടോ അടുത്തിരിക്കുന്ന ഒരാളെ കൈപിടിക്കുന്നത് കൊണ്ടോ അല്ല ആ ബന്ധം ഉണ്ടാകുന്നത്. അപ്പോ ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എന്റെ അയൽക്കാരനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്റെ അയൽപക്കത്തുള്ള മറ്റു ജീവി, ഒരു വസ്തു, അതുമായിട്ടുള്ള ബന്ധവും ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ഡിസിന്റഗ്രേഷൻ അഥവാ വിഘടനം എന്നുള്ളതിന്റെ സൂചികയാണ്. എന്താണ് വിഘടനം എന്ന് പറയുന്നത്? പരസ്പരം ഘടിപ്പിച്ചു വെച്ചിട്ടാണ് ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത്. ആ പരസ്പരമുള്ള ചേർത്തുവെപ്പിൽ ഉണ്ടാകുന്ന ആ ഘടനാപരമായ സമഗ്രതയാണ് ജൈവതയുടെ നിദാനം, ജൈവ ശരീരത്തിന്റെ നിദാനം. ആ ജൈവ ശരീരം എന്നുള്ളത് ജനിക്കുമ്പോ ഉണ്ടായി വരും, കോശങ്ങൾ കൂടി അവ കൂട്ടിപ്പിടുത്തം കൂട്ടി വരും. വളരുന്ന സമയത്ത്, വളർന്നു കഴിയുമ്പോൾ അവ ജനനവും മരണവും തുല്യമായിരിക്കും. മരണം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിരുന്ന് പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ഈ പിടുത്തത്തിൽ നിന്ന് വിട്ട് അതിനെ ഒഴിവാക്കുന്നതാണ് ഈ വിസർജനം എന്ന് പറയുന്നത്. ആ വിസർജനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ വിഘടിപ്പിക്കുന്നുണ്ടല്ലോ, ആ വിഘടനത്തിലൂടെയാണ് ജൈവത ഇല്ലാതെയാകുന്നത്, ഈ ജൈവ വ്യവസ്ഥയുടെ ഭാഗമല്ലാതെ ഈ വെളിയിൽ പോകുന്നത്. അപ്പോ ഘടിപ്പിച്ചതിനെ ഇല്ലാതാക്കുന്ന ആ വിഘടനം എന്നുള്ള പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ ആ ജീവി ഇല്ലാതാവുന്നു. മരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഈ ഘടിപ്പിച്ചു വെച്ച ശരീരത്തിന്റെ എല്ലാ ആ യോജിപ്പുകളും വിഘടിച്ച് അതില്ലാതെയാകുന്നു. അപ്പൊ വിഘടനം എന്നുള്ള പ്രക്രിയ എന്ന് പറയുന്ന ഒരു സത്തയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ്. അത് അതിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത് മരണത്തിന്റെ സമയത്ത് അത് പൂർണ്ണമായി സംഭവിക്കുന്നു. അതേപോലെ ഉപരിവ്യവസ്ഥയുമായി കണക്ഷനിലില്ലാതെ നിൽക്കുന്ന ജൈവ വ്യവസ്ഥകള് ഈ വിഘടനം നടക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി തീരണം, അതായത് വിഘടനത്തിന്റെ ഭാഗമായി തീരുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിനരാത്ര താളങ്ങളിൽ നിന്നും നൈമിഷിക താളങ്ങളിലേക്ക് മാറുന്ന സമാജം, അതായത് സാധാരണ രീതിയിൽ പ്രകൃതിയിൽ എങ്ങനെയാണോ ചലനം ഉണ്ടാകുന്നത് അതിൽ നിന്നും മാറി സ്വന്തം ഘടികാരത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു കുലം. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കുലം വികസിക്കുകയാണെന്ന്. സത്യത്തിൽ വികസിക്കുകയല്ല, ആ വികാസത്തിലൂടെ വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടുന്ന സമയത്ത് ആ പടക്കത്തിന്റെ ഘടകഭാഗങ്ങളെല്ലാം വെളിയിലേക്ക് തള്ളിപ്പോകുന്ന രീതിയിൽ വിഘടിക്കുകയാണ് ചെയ്യുന്നത്, വിസ്ഫോടനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ വിസ്ഫോടനത്തിന്റെ ചെറിയ രൂപമാണ്, അല്ലെങ്കിൽ ആദ്യ രൂപമാണ് വിഘടനം എന്ന് പറയുന്നത്. അപ്പോ കുലം വിസ്ഫോടനത്തിലേക്ക് പോകുന്നതിന്റെ, വിഘടിക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ നൈമിഷിക താളത്തിൽ നമ്മുടെ സ്വന്തം ഘടികാരത്തിൽ മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. വൈകി ഉണരുന്നവര്, വൈകി കാര്യങ്ങൾ ചെയ്യുന്നവര്, സമയകൃത്യതയോടെ അല്ലാതെ സ്വന്തം സൗകര്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവര്, ഇവരെല്ലാവരും ഈ വിഘടനത്തിന്റെ ആ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഗുരു മണിയേട്ടൻ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ജീവിത താളം, അത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നത്. മൂച്ചുത്താളം, അതായത് ശ്വാസത്തിന്റെ താളം. ഉണവത്താളം, അതായത് ഭക്ഷണത്തിന്റെ താളം, അതിനൊരു ക്രമം വേണമെന്ന്. ചിന്തനീ താളം, ചിന്തയ്ക്ക് താളം വേണമെന്ന്.
അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു താളമുണ്ട്. അത് ഉപരിവ്യവസ്ഥ പകർന്നു തന്ന ഒരു താളമുണ്ട്. ആ താളവുമായി ചേർന്നു പോകാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് സുസ്ഥിര ജീവനം സാധ്യമാവുക. അതല്ലെങ്കിൽ സുസ്ഥിരത നഷ്ടപ്പെടുന്ന വിഘടനത്തിലേക്കാണ് വികാസത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ജീവിതത്തെ ആ വിധത്തിൽ ക്രമപ്പെടുത്താൻ ഉള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയാണ് ഈ വിഘടനത്തെ പോഷിപ്പിക്കുന്നത്, വിഘടനം എന്ന പ്രതിഭാസം നമ്മുടെ കുലത്തിൽ സംഭവിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കാണുക. അതിലേക്ക് വീണു പോകാതെ പിടിച്ചു നിൽക്കുക. ഈ ഒരു ഓർമ്മയിലേക്ക്, ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.